ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരിയും ചായ ഉണ്ടാക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ നാട്ടിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ എപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. ഇപ്പോൾ പുറം നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് മഴ കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇവിടെ പിന്നെ ഓൾറെഡി മഴയാണ് കേട്ടോ. ഈ ജൂൺ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മഴ പെയ്യും. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരിയും ചായ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആർക്കും പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പഴം കിട്ടിയപ്പോൾ എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ബാറ്ററിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ട. സാധാരണ നമ്മൾ മൈദ, ഗോതമ്പൊടി, അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് എള്ള്, ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി പൊരിച്ചെടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് 2022 ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് എങ്ങനെയും യുകെയിലേക്ക് എത്തിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്, ഞാൻ യുകെയിലേക്കാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. കുറച്ചൊരു കാലം കഴിഞ്ഞു, അതായത് നമ്മൾ വന്നിക്കണ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമായി തുടങ്ങി. മീൻസ് നമ്മൾ നാട്ടിലത്തെ ഫുഡ് കഴിക്കാതെ പറ്റാതെ ഭയങ്കര മിസ്സായി തുടങ്ങി കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ ആഡ്സ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്, പോയി കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്തും ഉണ്ടാക്കുക കേട്ടോ. എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു മിസ്സിങ് ഇല്ല കേട്ടോ. മന്തി വേണോ, പഴംപൊരി വേണോ, ബീഫ് വേണോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ മഴയത്തെ സമയത്ത് ജോൺസൺ മാഷിനെയും ചായേനെയും ഒക്കെ ഓർമ്മ വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ടൈം നമുക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ വിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു കംഫർട്ടബിൾ പോയിൻ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമുള്ള കേട്ടോ ഒരു സൊല്യൂഷൻ. അപ്പോൾ അടിപൊളി ചായയും നല്ലൊരു മുരിഞ്ഞ പഴംപൊരി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.